കുട്ടനാട്ടിൽ കനത്ത മഴ തുടരുകയാണ്. വെള്ളക്കെട്ടൊഴിയാതെ ബുദ്ധിമുട്ടുകയാണ് കുട്ടനാട്. ഷാജഹാൻ കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഷാജഹാൻ, അവിടുത്തെ നിലവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? കുട്ടനാട് ഇപ്പോഴും വെള്ളക്കെട്ടിന്റെ ഉള്ളിൽ തന്നെയാണോ? തീർച്ചയായിട്ടും സിന്ധൂരി, ശക്തമായ മഴയാണ്. കഴിഞ്ഞ ഏതാണ്ട് 24 മണിക്കൂറും പൂർണ്ണമായിട്ടും മഴയായിരുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടത്. കുട്ടനാട്ടിൽ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതിന് പ്രധാന കാരണം നമ്മൾ നേരത്തെ മുതൽ ഈ തോട്ടപ്പള്ളി പൊഴിമുഖം പൂർണ്ണമായിട്ടും തുറക്കാൻ സാധിക്കും. ദിവസം കളക്ടറും അതോടൊപ്പം MLAയും ഒക്കെ തന്നെ 300 മീറ്റർ ഉള്ളത് പൂർണ്ണമായിട്ടും തുറന്നു, തോട്ടപ്പള്ളി പൊഴിമുഖം തുറന്നു എന്ന് പറയുന്നു. നമ്മളിപ്പോൾ ലൈവായിട്ട് ഈ ദൃശ്യങ്ങൾ കാണാം. അതായത് ആ 300 മീറ്ററിൻ്റെ പകുതി പോലും തുറക്കാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ചെയ്തുകൊണ്ട് ശരിക്കും ഒരു 5-10 ഇറ്റാച്ചിയൊക്കെ ഇട്ട് അടിയന്തര ഘട്ടം എങ്ങനെ ചെയ്യുന്നു അതുപോലെ മണൽ നീക്കം ചെയ്താൽ മാത്രമേ കുട്ടനാട്ടിലെ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോവുള്ളൂ. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ തന്നെ പോളകളും മറ്റും മാലിന്യങ്ങളും അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അത് ദേശീയപാതയുടെ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് കെട്ടിയ തടസ്സങ്ങൾ അത് നീക്കം ചെയ്യാനായിട്ട് ജില്ലാ കളക്ടർ ഇന്നലെ നിർദ്ദേശം നൽകിയെന്ന് ജില്ലാ കളക്ടർ തന്നെ ഫേസ്ബുക്കിലൂടെ പറയുകയുണ്ടായി. പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇല്ലാത്ത ഭാഗത്തൊക്കെ തന്നെ നമുക്ക് ശക്തമായിട്ട് കടലിലേക്ക് ഒഴുക്കുണ്ട്. പക്ഷേ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഏതാണ്ട് ഈ 40 ഷട്ടറുകളിൽ 300 മീറ്റർ വീതിയാണ് ഈ തോട്ടപ്പള്ളി സ്പിൽവേക്കുള്ളത്. ഇവിടെ നിന്ന് ഒഴുകിപ്പോകുന്ന വെള്ളം അതേ ലെവലിൽ കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള സംവിധാനം ആലപ്പുഴ തീരപ്രദേശത്ത്, അതായത് തോട്ടപ്പള്ളിയുടെ തീരപ്രദേശത്ത് ഒഴുക്കിയാൽ മാത്രമേ ഈ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോവുള്ളൂ. നിലവിൽ ഏതാണ്ട് 130 ക്യാമ്പുകൾ ഇപ്പോൾ കുട്ടനാട്ടിൽ തുറന്നിട്ടുണ്ട്. ഏതാണ്ട് 20,000-ഓളം ആളുകൾ ക്യാമ്പുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ക്യാമ്പുകളിലേക്ക് എത്തിയവർ അധികവും വീട്ടിൽ പൂർണ്ണമായിട്ടും വെള്ളം കയറിയിട്ടുള്ളവരാണ്. വീട്ടിൽ ഭാഗികമായി വെള്ളം കയറി രണ്ടാമത്തെ നിലയിൽ താമസിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അങ്ങനെ കുട്ടനാട് വലിയ ദുരിതത്തിലാണ്. അവർക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടുന്നില്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇങ്ങനെ നിരവധി പരാതികൾ ക്യാമ്പിനുള്ളിൽ വരുന്നു. അമ്പലപ്പുഴയിലെ വിവിധ ക്യാമ്പുകളിലും ഭക്ഷണമില്ല, അവർക്ക് താമസിക്കുന്നതിന് വേണ്ട യാതൊരുവിധ സംവിധാനവും ഒരുക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. അമ്പലപ്പുഴ MLA ആണെങ്കിൽ ഇന്നലെ അമ്പലപ്പുഴയിൽ വന്നിട്ട് ഷട്ടറുകൾ ഉയർത്തുന്നതിനെക്കുറിച്ച് എഞ്ചിനീയറോട് സംസാരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടു. ഇന്നലെ, അതായത് കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി കുട്ടനാട്ടിൽ വെള്ളം ഉയരുകയും ഷട്ടറുകൾ പൂർണ്ണമായിട്ടും ഉയർത്താത്തൊരു സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട MLA വന്നത് ഇന്നലെ വൈകിട്ടാണ്. ഇവിടെ എത്തിയതിന് ശേഷം ഇറിഗേഷൻ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്നത് കണ്ടത്. അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഗുരുതരമായ വീഴ്ചയുടെ ഭാഗമായിട്ട് തന്നെയാണ് കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരാതെ നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ തോട്ടപ്പള്ളി സ്പിൽവേയിൽ കഴിഞ്ഞ ദിവസം 300 ഷട്ടറുകൾ ഉയർത്തിയെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ 300 മീറ്റർ പൊഴി മുറിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഈ 300 മീറ്റർ പൊഴി മുറിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്നത് മണൽക്കൂനയാണ്. അത് ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മധ്യഭാഗത്തായിട്ടാണ് ഈ മണൽക്കൂന നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഈ മണൽക്കൂനകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നില്ല? അങ്ങനെ ഇത് വെള്ളം ഒഴുകിപ്പോകുകയുള്ളൂ. പക്ഷേ അതിനുള്ളൊരു തടസ്സമായ മണൽക്കൂനകളുണ്ട്, മണൽത്തിട്ടകളുണ്ട്. 2018 പ്രളയത്തിന് ശേഷം 2000 തരത്തിലുള്ള വെള്ളപ്പൊക്കം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഇനിയും ഒട്ടനവധി പാടശേഖരങ്ങൾ ഏത് നിമിഷവും തകരുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതാണ്ട് 40-45 ദിവസമായിട്ട് വിത്ത് വിതച്ച് വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളാണ് ഇപ്പോൾ നശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത്. അതിന് പ്രധാന കാരണം ഇത് തന്നെയാണ്. തോട്ടപ്പള്ളിയിൽ എന്തുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നില്ല? കുട്ടനാട് MLAയും അമ്പലപ്പുഴ MLAയും തമ്മിലുള്ള പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള തർക്കങ്ങളാണോ ഇതിന് കാരണം? കാര്യം എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കുട്ടനാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ ഒരാഴ്ചയിലധികമായിട്ട് അവർ ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഇത് എന്ന് അവർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും? പല പ്രദേശങ്ങളും കുട്ടനാട്ടിലെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അവിടെ ഭക്ഷണം പോലും, കടകളിൽ പോലും ഭക്ഷണം ലഭിക്കാത്തൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം മുട്ടാർ പഞ്ചായത്തിലൊക്കെ എത്തിയപ്പോൾ അവിടുത്തെ കടകളിൽ പോലും അവശ്യ സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ പോലും ഇല്ലാത്തൊരു സാഹചര്യമാണ് സിന്ധൂരിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.